ഹലോ, ഇവിടെ നേരത്തെ എത്തിയാ? എന്ത് പറ്റി? ഒന്നുമില്ല മണി. ഓഫീസിൽ വല്ല പ്രശ്നം വന്നാ? ഓഫീസിൽ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഒരു വയ്യായിക മണി. എന്ത് പറ്റി? വിഷമിക്കാതെ. എന്തോ വയ്യായിക പറ. ചെറിയൊരു നെഞ്ചിനൊരു അസ്വസ്ഥത. നേരെ ആശുപത്രി പൊക്കൂടായിരുന്നാ? പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. വേദനയല്ല, അതിനേക്കാൾ ഒരു വിമ്മിഷ്ടവും എന്തോ ഒരു അസ്വസ്ഥത. കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വിഷമമുള്ള കാര്യം വന്നാ? എന്തെങ്കിലും ആലോചിച്ചാ? ഇല്ല. ആവശ്യമില്ലാത്ത ആലോചന വന്നാണ് രവിയായിട്ട് ഇങ്ങനെ ചെയ്യണം. ഇല്ല മണി. ഓഫീസിലുള്ള പ്രശ്നം ഉണ്ടോ? വല്ല ലോണിന്റെ കേസ്? സ്ട്രെസ് ഒക്കെ ഉണ്ട്, അല്ലാതെ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ കുഴപ്പമൊന്നുമില്ല. നീയേ കുറച്ച് കുടിക്കാൻ വെള്ളം ഇടും എടുത്തോണ്ട്. പിന്നെ മണി, നീ പോകുമ്പോഴേ നമ്മുടെ ഈ വീടിന്റെ ഈ പുരയിടത്തിന്റെ ആ ഡോക്യുമെന്റ്സും കൂടെ ഉണ്ടോ? ആധാരമേ ഡോക്യുമെന്റ്സ് വേണം, നീ എടുത്തിട്ട് വാ. പറ, എന്തോ കാര്യം? നെഞ്ചുവേദന ഡോക്യുമെന്റ്സ് ഈ സമയത്ത് തന്നെ വേണോ ഡോക്യുമെന്റ്സ്? മണി, അതെ ഞാൻ ആലോചിച്ചതേ, നമ്മുടെ ഈ ഇതൊക്കെ ഈ പിള്ളേർക്ക് ഇപ്പോഴേ ഉള്ള എന്താ വെച്ച് എഴുതി അങ്ങ് വെച്ചാലോ എന്ന് ആലോചിക്കാം. നിങ്ങൾക്ക് വട്ട് പിടിച്ചാ? ചെറിയൊരു നെഞ്ചുവേദന വന്നപ്പോഴത്തേക്കും പിള്ളേർക്ക് സ്വത്ത് എഴുതി കൊടുക്കാൻ? കൊച്ചു പിള്ളേരാണ്, വലിയ ആൾക്കാരൊന്നും അല്ലത്. എന്താ പറയുന്നത്? കൊച്ചു പിള്ളേരെന്ന് അത് നമുക്കാണ്, അവര് മുതിർന്ന കുട്ടികളാണ്. പിന്നെ ഇത് നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ വഴക്കൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്നത് ഈ മണ്ണിന് വേണ്ടിയാണ്. ലോകങ്ങളിൽ തന്നെ യുദ്ധം ഉണ്ടാകുന്നത് അതിനു വേണ്ടിയാണ്. മാത്രമല്ല, എത്ര സ്നേഹമുള്ള വീട്ടിലും ഈ വസ്തുതർക്കം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പം അതെല്ലാം കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ, ധാരണയോടുകൂടി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓഹോ, മരിക്കാൻ പോവാണെന്നാണോ? ജീവിച്ചിരിക്കുമ്പോൾ കാലുണ്ട് രവിയായിട്ട് ഇനി നമുക്ക്. നീ പറയുന്നത് ശരി, പക്ഷെ എന്തൊരു പേടി എനിക്കുണ്ട്. കാര്യമേ, ഇന്നലെ ബാങ്കിന്റെ ഓപ്പോസിറ്റുള്ള ആ കടയിൽ അയാള് ചെറിയൊരു നെഞ്ചുവേനായിട്ട് മെനങ്ങാന്നൊക്കെ അവിടെ പറഞ്ഞിരുന്നു. പക്ഷെ ഗ്യാസ് ആണെന്നൊക്കെ പറഞ്ഞ് എന്തോ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചങ്ങ് പോയി. അയാൾ ഇന്നലെ മരണപ്പെട്ടു മണി. അപ്പൊ മുതൽ എനിക്കൊരു ചെറിയൊരു രവിയേട്ടാ, ഞാനൊരു കാര്യം പറയാം. രവിയുടെ ആരോഗ്യത്തെ പറ്റി ഇങ്ങനെ പേടിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തോളൂ, പക്ഷെ ഇങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യം കാട് കയറി ചിന്തിച്ച് ഉള്ള ആരോഗ്യത്തിനെ കളയല്ലേ. അല്ല, പേടി മാത്രമല്ല മണി, അത് എന്തെങ്കിലും ചെയ്ത് വെക്കണം. പിള്ളേർക്ക് നമ്മളത് കാര്യമായിട്ട് കാണണം മണി. ഒരു മക്കള് ചെറുതല്ലേ രവിയേട്ട, അവര് കൊച്ചു കുട്ടികളല്ലേ ഇപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുമ്പിൽ മാത്രമാണ് ഒരു കൊച്ചു കുട്ടികള്. അത് നമ്മളെ നല്ലൊരു ധാരണയാക്കി വെക്കണം. എനിക്ക് അറിഞ്ഞൂടെ എന്തോ പറയണം. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. അവരെവിടെ? അവരകത്തുണ്ട്. രവിയേട്ടൻ ഭാഗത്തേക്ക് വരണമെങ്കിൽ. ഞാൻ വരുന്നു. ദൈവമേ, എന്റെ കണ്ണടിച്ചു പോയതാണോ അതോ ഇതിന് പവർ ഇല്ലാത്തതാണോ? നീ എന്തിനാ എന്റെ മാല എടുത്തിട്ടെ? ഈ മാല സ്വർണ്ണമാല ഒന്നും അല്ലല്ലോ, മുത്തുമാലയല്ലേ? മുത്തുമാലയാണെങ്കിൽ അത് എന്റെ മാലയാണ്. ചോദിക്കാൻ പറയാൻ എന്തിനാണ് എടുത്തിട്ടുണ്ടേ? നിന്റെ മാലയിൽ ഇതിനകത്ത് എഴുതി വെക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇടി, ഇത് എന്റെ അച്ഛൻ വാങ്ങിച്ചെന്ന മാലയാണ്. നിന്റെ അച്ഛനാ? ഞാൻ പല പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞോട് നിന്റെ അച്ഛനെന്ന് പറയരുത്. എടി, അത് എന്റെയും കൂടെ അച്ഛനാണ്. എന്റെ അച്ഛനെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നീ പിന്നെ അങ്ങനെ പറഞ്ഞു. നീ എന്റെ മാല ഊര്. ഒരുമാതിരി മറ്റടുത്ത ഡയലോഗ് അടിക്കാതെ മാല ഊര്. മാല ഊരാൻ പറ്റൂല. നീ എന്ത് ചെയ്യും? എന്തെയോ ഞാൻ കാണിച്ചു തരാം. നീ മര്യാദക്ക് മാല ഊര്. ഒരു ന്യായം പറഞ്ഞോണ്ടിരിക്കാതെ മാല ഊര്. പറ്റൂല. ഒരു മാനേഴ്സ് ഇല്ലാത്ത സാധനം. വല്ലവരുടെ സാധനം യൂസ് ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് മാന്യമായിട്ട് ചോദിച്ചിട്ട് യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞോടായിരുന്നു. ഇല്ല, വല്ലവരെ സാധനം എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ മേടിച്ചാണെങ്കിൽ ഇത് എന്റെ കൂടെ സാധനമാണ്. ഇത് എനിക്ക് മേടിച്ചാൽ നിനക്ക് കഴുത്തിന്റെ അളവെടുക്കണം. അമ്മ ചോദിക്കാതെ മാല എടുത്ത അമ്മ. ഞാൻ ഒരു ദിവസം പോലും ഇട്ടില്ല. ഇത് ഇവിടെ സാധനമാണെങ്കിൽ ഇവിടെ എനിക്ക് തരുമോ? എടി, ആ മാല എടുത്തത് നിനക്ക് എന്തോ പ്രശ്നം? നിന്റെ അനിയത്തിയല്ലേ? ആ സാധനത്തിലൊക്കെ ജീവനുണ്ട്. എനിക്ക് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. അതെ, കൊച്ചു പിള്ളേരെ പോലെ നഴ്സറി പഠിക്കുന്ന പിള്ളേരെ എന്റെ സാധനം നീ എടുത്താൽ മണി കണ്ട, ഒരു മുത്തുമാലയ്ക്ക് വേണ്ടി ഇവിടെ അടിയും പിടിയും ബഹളം കണ്ട. അപ്പൊ ഈ സ്ഥലത്തിന്റെ വീടിന്റെ കാര്യം വരുമ്പോഴോ? സ്ഥലത്തിന്റെ വീടിന്റെ അതെ, ഒരു ചെറിയ നെഞ്ചുവേദന വന്ന പേരിൽ എട്ടും പൊട്ടും തിരിയാത്ത പെൺപിള്ളേരെ പേരിൽ വീടും സ്ഥലവും ഒക്കെ എഴുതി വെക്കാൻ പോകുന്ന ഒരു പ്രത്യേക ജൻസിൽപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ അച്ഛനായിട്ട് മാറുകയാണ് നിങ്ങളുടെ അച്ഛൻ. റെക്കോർഡ് തരാൻ പോവാം. വിളിച്ചു പറയണേ, അച്ഛന് ചെറിയ നെഞ്ചുവേദന വന്ന് വീടും സ്ഥലവും ഒക്കെ നിങ്ങളുടെ പേരിൽ ഭാഗിച്ചു തരാൻ പോണം. നീ കളിയാക്കിയൊന്നും വേണ്ട.
എനിക്കൊരു നിർബന്ധമുണ്ട്, എന്റെ മക്കൾ ഒരു കാര്യത്തിന് വേണ്ടി എപ്പോഴും വഴക്കും പിടിയായിട്ട് നടക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ഇത് വേണം. ഓരോ ഭ്രാന്തുകള്. എന്തോന്നു? അതെ, എനിക്ക് ഈ വീടും സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട. അച്ഛന് കാശായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തന്നേക്കാം. അതാകുമ്പോ ഡെയിലി എനിക്ക് പുട്ടടിക്കാൻ അല്ലേ. അതാണ്, അവക്ക് 5-10 രൂപ പുട്ടടിക്കാൻ വേണ്ടിട്ട് കൊടുത്താൽ മതി. അച്ഛാ വീടും പറമ്പൊക്കെ എനിക്കങ്ങ് എഴുതാ. എന്തോ അയ്യടമ്പള പുളിച്ചു അങ്ങ് എടുത്തോളൂ അല്ലേ, എല്ലാം കൂടെ എടുത്തോളും. വേണ്ടെന്നല്ലേ പറഞ്ഞു. ഞാൻ ഒരു ഫ്ലോയ്ക്ക് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറയണ്ട. നിങ്ങൾ വെറുതെ തർക്കിക്കുകയും വഴക്കടിക്കൊന്നും വേണ്ട. ഇവിടെ എന്തായിരുന്നാലും ഈ വീടിന്റെ കാര്യത്തിലാണെങ്കിലും പുരയിടത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ, രണ്ടുപേർക്കും ഒരേപോലെ. അതെന്തോന്ന് ഈക്വല്? ഞാനല്ലേ മൂത്ത മോള് കുടുംബത്തില്, അതുകൊണ്ട് ഈക്വൽ ആയിട്ടേ ചെയ്യുള്ളൂ. പിന്നെ മൂത്ത മോളായോണ്ട് ഇപ്പൊ എന്ത് ചെയ്യണത്? മൂത്ത മോക്കാണ് മുൻതൂക്കം. പിന്നെ മുൻതൂക്കം. അതമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ ആദ്യം പ്രസവിച്ചത് എന്നെയാണോ റിങ്കിയാണോ? സംശയം തന്നെ. നിന്റെ അടുത്ത് ചോദിച്ചില്ല, അമ്മ അടുത്തല്ലേ പറഞ്ഞത്. അമ്മ പറഞ്ഞോടാ അമ്മ. പറമ്മ. ഇതിനൊന്നും ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. പോടി. അമ്മക്ക് പറഞ്ഞപ്പോ എന്ത് റിങ്കി പോരെ. ആ റിങ്കി ആണല്ലോ. റിങ്കി ജനിച്ചു കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഞാൻ ജനിച്ചത്. അതുകൊണ്ട് അപ്പൊ ഈ 4 വർഷം നിങ്ങൾ രണ്ടുപേരും ചെലവാക്കിയത് റിങ്കിക്ക് വേണ്ടിയിട്ടാ, എനിക്ക് വേണ്ടി ഒന്നും ചെലവാക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഭാഗിക്കുമ്പോ എനിക്ക് കൂടുതൽ തരണം, കാരണം ഈ 4 വർഷം എന്റെ പോയില്ലേ. നമ്മുടെ മോളുടെ ബുദ്ധി പോയ പോക്ക് നോക്ക്. മണി, നമുക്ക് കിട്ടിയ രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെ. 4 വർഷം പോയില്ലേ പോലും, അതിന് 10 ഇരട്ടിയായിട്ട് മുടിപ്പിച്ചല്ലോ ജനിച്ചതിന് ശേഷം. ഇവള് എന്തോന്നൊക്കെ കച്ചറ പിള്ളേര്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാര്യമാണെങ്കിലും എനിക്ക് എന്ത് സ്വത്തുണ്ട് എന്തുണ്ടെങ്കിലും അത് ഈ രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ ഒരു കാര്യം, ഇവിടെ ഇപ്പൊ വസ്തു അളക്കാനായിട്ട് ആള് വരും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് വന്നത്. അവര് മുമ്പ് ചാച്ചനെ നാണം കെടുത്തത് രണ്ടുപേരോടും കൂടിയാണ് പറയുന്നത്. ഇവളുടെ അടുത്ത് പറഞ്ഞാൽ മതി. കച്ചട സ്വഭാവം. ഒന്ന് വാടിച്ചിട്ടുണ്ടായിരിക്കോ? ഒന്നാമത് ഇപ്പഴേ മോഷണമാണ്. റിങ്കി, അങ്ങനെ ഇപ്പൊ നീ ഇത് ഇടണ്ട. ദേഷ്യം കേട്ടാ, എന്റെ പറയുന്നില്ല വയ്യ. മതി 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 മതി. ഇങ്ങോട്ട് അവിടെ പോയി. അവിടെ 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 ഇവിടെ അല്ലേ? ആ എന്ത് ആ ചേട്ടാ, ഈ 7 സെന്റും വീടും അല്ലാതെ ഈ കാണുന്ന 40 സെന്റ് പുരയിടവും ആണല്ലോ. അതെ, അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ഞാനിപ്പോ വിചാരിക്കുന്നത് ഈ കിണറും ഈ മാവും വരുന്ന ഈ ഒരു ഭാഗം മൂത്ത മോൾക്ക് റിങ്കിക്കാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ വശമാണ് ഇളയ മോള് റിങ്കിക്ക്. അങ്ങോട്ട് അത് അവൾക്കല്ലേ? രണ്ടുപേരും രക്ഷപ്പെട്ടല്ലോ. എന്താ വേണം? അച്ഛാ, അച്ഛനൊരു അച്ഛനാണോ അച്ഛാ? അച്ഛൻ തിന്നാനുള്ള മാവും കുടിക്കാനുള്ള കിണറും ഇവക്കല്ലേ. അപ്പൊ നമുക്ക് വെള്ളമൊന്നും ഇല്ല. പിങ്കി, ശശി, അച്ഛൻ വെള്ളം കുടിക്കാതെ ജീവിക്കണേക്കാളും നല്ലത് ആ കിണറ്റോട്ട് എടുത്ത് ചാടി വെള്ളം കുടിച്ച് മരിക്കണേ. അങ്ങനെ നീ വെള്ളം കുടിച്ച് മരിക്കുകയാണെങ്കിൽ ഞാൻ ആ കിണർ സ്മാരകമായിട്ട് സൂക്ഷിക്കും. കേട്ടോടി മാലക്കള്ളി. ദേ, എന്നെ മാലക്കള്ളി നിന്ന് വിളിക്കരുത് കേട്ടല്ല. ഞാൻ ഇനി വിളിക്കൂടി. ഇനി ഇത് എന്റെ മാവാണ്. ഈ മാവിൽ നിന്ന് ഒരു മാങ്ങ നീ പറിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ മാങ്ങക്കളി വിളിക്കും. മാങ്ങക്കളി മാങ്ങക്കളി മാങ്ങക്കളി. അല്ല മാവേ, നിനക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കാനൊന്നും പറ്റൂല. ഒന്നാമതേ അച്ഛന് ഇപ്പൊ നെഞ്ചുവേദന വന്ന് ഇന്നിരുന്ന് നാളെ അച്ഛൻ എങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞ് ഈ മാവ് മുറിച്ച് പറയണേട്ടാ. അച്ഛനെ ഈ ഒരു മാവല്ലേ അവൾക്ക് പോകുന്നുള്ളൂ. നീ നോക്ക്, അത്രയും തെങ്ങും ആ പുളിയും എല്ലാം നിനക്കല്ലേ വരുന്നത്. പിന്നെ എന്താ മോളെ, തേങ്ങ എന്തെങ്കിലും ജീവിക്കാലോ നിനക്ക്. അല്ല അങ്കിൾ, നമ്മൾ ഈ മാവും കിണറും ഒക്കെ ഭാഗിക്കുകയാണെങ്കിലേ ഈ ഫ്രണ്ട് ഭാഗം മൊത്തം ഇവക്ക് പോകൂലേ? അങ്കിൾ, ബൈ ദ ബൈ ഞാൻ ചോദിക്കട്ടെ, ഈ ഫ്രണ്ട് പോർഷൻസ് ഏകദേശം റോഡ് സൈഡിലാണല്ലോ. അപ്പം വലിയ വണ്ടിയൊക്കെ എന്റെ ഈ പോർഷനിലായിരിക്കുമല്ലോ വരുന്നത്. അപ്പം വില എനിക്കായിരിക്കില്ലേ കൂടുതൽ പിന്നെ? അല്ല, ആ വശത്തും വഴിയുണ്ട്. അത് ഇടവഴിയല്ലേ, പക്ഷെ കൂടുതൽ എനിക്കായിരിക്കും. പറയട്ടെ മണി, ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ ബിഹേവ് ഞാൻ ചോദിച്ചത്. അതെ അതെ, ഇത് എവിടെന്ന് ഈ ഇളനീർപ്പ് എവിടെന്ന് എടുത്ത്? നമ്മുടെ ആ തെങ്ങില്. ആ തെങ്ങല്ലേ? ആ തെങ്ങ് എനിക്ക് അവകാശപ്പെട്ടല്ലേ അങ്കിൾ? എനിക്ക് അവകാശപ്പെട്ട തെങ്ങിൽ നിന്ന് ഒരു ഇളനീർ എടുക്കുമ്പോ ബേസിക് ആയിട്ട് ഒരു മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ചോദിക്കണം ഒരു സാധനം എടുക്കുമ്പോ.
എന്റെ മണി ഒന്ന് രണ്ടിനും വിളിച്ചോണ്ട് പോവാ മണി. ഒന്നും മിണ്ടായിരിക്കും പിള്ളേരെ. സാരമല്ലോ രവിച്ചേട്ടാ, കുട്ടികളല്ലേ, സാധാരണ ഇങ്ങനെയൊക്കെയാ എല്ലായിടത്തും. സാറിനൊക്കെ അളക്കുമ്പം കുട്ടികൾ തന്തയുടെ തലക്കടിച്ച് കൊന്നെടുക്കുന്നുണ്ട്. അയ്യോ ഇവര് ഇളയ മക്കളായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. വാക്കുകൊണ്ടുള്ള ഇതേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. എനിക്ക് അറിയാലോ. മണി വാ വാ മതി സംസാരിച്ചത്. അയ്യോ നിനക്ക് സ്വത്ത് കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. എനിക്ക് ജീവിക്കാനുള്ളത് എന്റെ അച്ഛൻ ഇഷ്ടം പോലെ ഉണ്ടാക്കി 5 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത്. നീ നിന്റെ നീ അച്ഛനെ വിളിച്ചോണ്ട് പോ. അല്ല വിലയുടെ കാര്യം പറഞ്ഞില്ല. പൊടി. വിലയുടെ കാര്യം പറ. ശരി മക്കളെ, ഞങ്ങള് ഒന്ന് അളന്ന് റെഡിയാക്കിയിട്ട് മക്കളെ വിളിക്കാം. മണിച്ചേച്ചി, ആ, അപ്പൊ ഞാനത് കുടിക്കട്ടെ മക്കളെ. കുടിച്ചോ. അങ്ങനെയാണെങ്കിൽ മാങ്ങ പറിച്ചോ, ഞാൻ ഒന്നും പറയില്ല. പോ അവിടുന്ന്. ഇത് തന്നെ ധാരാളം. അവര് തമ്മിലുള്ള ഒരു വാശി മത്സരമാണ്, തമാശയാണ് എപ്പോഴും. അവര് ഈ വാക്കുകൊണ്ടേ ഉള്ളൂ, പക്ഷെ ഒന്ന് നുള്ളി നോവിക്കത്തില്ല. എന്റെ മക്കൾ അത്ര സ്നേഹമാണ്. ഡി, ഡി. അതെ, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഇങ്ങനെ അടിയിടിയൊക്കെ ഉള്ളത്. ഓ ഷാജി കുടിക്ക്. ഓ ശരി 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 രവിച്ചേട്ടാ, ശരി. നിനക്ക് രണ്ടെണ്ണത്തിന് അഹങ്കാരമുണ്ട്. നാട്ടുകാരെ മുന്നിൽ വെച്ച് ഞങ്ങൾ നിന്നെ ഒന്നും പറയൂലെന്ന്. ആൾക്കാർ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയിട്ട് തരാൻ എനിക്കറിയാം. വീടും സ്ഥലവും ഭരിക്കാൻ വേണ്ടി രണ്ടും കൂടെ കച്ചകെട്ടി ഇറങ്ങിയൊക്കെയാണ്. വീടും സ്ഥലമൊക്കെ ഭരിക്കണതിന് മുന്നേ നീയൊക്കെ ആദ്യം അവനവന്റെ കാര്യം നോക്കാൻ പഠിക്കണം. അതിന് വീടിന്റെ അടുക്കളയിൽ കയറി കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് സ്ഥലവും വീടും നോക്കേണ്ടത്. നിന്റെ അച്ഛനൊക്കെ വട്ടാണ്. ഒരു കുന്തും അറിഞ്ഞിടത്ത് നിനക്കൊക്കെ സ്ഥലം എഴുതി തരാൻ പോകണം. എനിക്ക് കാണിച്ചാ നിനക്ക് കഴിവുണ്ട്. അവനെ എന്റെ അമ്മ ഇത്രേ ഉള്ളൂ. അമ്മ എന്താ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കെന്ന് പറഞ്ഞാൽ എടുത്ത് എനിക്ക് പാത്രത്തിൽ താ, ഞാൻ തിന്ന് സഹായിച്ചു. അതല്ല, അടുക്കളയിൽ കയറി വല്ലതും ഉണ്ടാക്കി തരാനായിട്ട്. അവനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അടുക്കളയിൽ കയറി ഞങ്ങളിൽ ആരാണ് നന്നായി കുക്ക് ചെയ്യുന്നതെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. പറ്റും. എന്നാ അമ്മ പുറത്തു പോയി അച്ഛനെ സഹായിക്കും. ഇവിടെ അമ്മ വരുന്നതിന് മുമ്പായിട്ട് സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം റെഡിയാക്കും. വിത്തിൻ 30 minutes. ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അതെങ്കിലും ചെയ്യും. എന്തോ നവുണ്ട് എന്റെ. തുടങ്ങാം അംഗം. തുടങ്ങാം. മണി, സത്യം പറഞ്ഞാലേ ഒരു ഭാരം ഇറക്കി വെച്ചപ്പോ ഒരു ആശ്വാസം. ഇഷ്ടം തന്നെ രവിയേട്ടാ. മക്കളെവിടെ? പിങ്കിയുടെ വീടും സ്ഥലമൊക്കെ ഭരണം തുടങ്ങുന്നതിന് മുന്നേ അടുക്കള ഭരണം പഠിപ്പിക്കാന്ന് വിചാരിച്ച് രണ്ടിടത്തും ഇന്നത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു വെച്ചത്തെ. അവിടെ ഉണ്ട്. അത് നന്നായി, എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. അതെ, പഠിക്കട്ടെ. ആണോ? അതന്നെ വേണം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് നിൽക്കാൻ വയ്യ. ഇന്ന് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാമല്ലോ. അതെന്ത്? ഇന്നലെ വരെ കഴിച്ചത് അടിപൊളി ഭക്ഷണം അല്ലേ? മണി, അങ്ങനെയല്ല, നമ്മുടെ മക്കൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ? അതിന്റെ ഒരു സന്തോഷവും സുഖമൊക്കെ ഇല്ലേ? അതാ ഞാൻ തോന്നി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം വാവച്ച് കഴിക്കാൻ കൊള്ളാത്തോണ്ട് പറഞ്ഞത്. മനസ്സിലായി, കാര്യം മനസ്സിലായി. നിനക്ക് എന്തോന്നടി, എന്ത് പറഞ്ഞാലും വ്യാഖ്യാനം. ചുമ്മാ പറഞ്ഞതല്ലേ രവിയേട്ടാ, നീ അതിൽ പിടിച്ച് കയറണ്ട. ഭക്ഷണം കൊണ്ടുവാ. രവിയേട്ടാ ഇത് ഇതെന്തോന്ന് മസാലയൊക്കെ ദേഹത്ത് വെച്ച് നമ്മളെ ഉച്ചക്ക് ഇവരെ ഫ്രൈ ചെയ്താണ് കഴിക്കേണ്ടത്. എനിക്ക് അറിഞ്ഞൂടേ. ഒരു കാര്യം പറയട്ടെ, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മുടെ മക്കളായതുകൊണ്ട് പറയല്ല. ഈ ലോക തോൽവികൾ ലോക തോൽവി കിട്ടുന്നുണ്ടല്ലോ. ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ലോക തോൽവി ഈ രണ്ടെണ്ണമാണ്. അമ്മ, ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് അടുക്കളയിൽ കയറുന്നില്ലേ, അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. ഓ, എന്തൊരു സ്നേഹം! ഫെവിക്കോൾ ഒട്ടിച്ചതുപോലെയല്ലേ ഇരിക്കുന്നത്. നേരത്തെ ഞാൻ കണ്ട അവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് ഇരിക്കുമ്പോഴത്തെ രണ്ടിന്റെ സ്നേഹമൊക്കെ. അത് വേണം, എനിക്ക് ഇത് വേണം. ഇങ്ങനെ നിന്നതുകൊണ്ട്, ഷാജി നിന്നുകൊണ്ട് ഞാൻ അടിച്ചില്ലെന്നേ ഉള്ളൂ. കൊടുക്കണ രണ്ടാ ഇപ്പൊ തന്നെ. ആ ഷാജിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ പെട്ട പാട്. ഇവളാണ് ഭയങ്കര അടിക്കണ്ട. പിന്നെ വേറെ കാര്യമുണ്ട്, നീ ദേഷ്യപ്പെടണ്ട.
ഈ അച്ഛൻ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറയുമ്പോ മക്കൾക്ക് അതിന്റെ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു വാശിയൊക്കെ കാണും പിള്ളേർക്ക്. അതാണ്, അത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ്. അച്ഛനോടുള്ള സ്നേഹം. മക്കള് തമ്മിലും അച്ഛനമ്മമാര് തമ്മിലും ഭയങ്കര സ്നേഹമായിട്ട് എല്ലാ കുടുംബങ്ങളിലെ കാര്യം പറയണം. ഭയങ്കര സ്നേഹത്തിലങ്ങ് മുന്നോട്ട് പോകും. എന്ന് സ്വത്ത് ഭാഗം വെക്കുന്ന തുടങ്ങുവോ അന്ന് തീരും ആ സ്നേഹമൊക്കെ. അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, സഹോദരിയും വേണ്ട, സഹോദരന്മാരും വേണ്ട, ഇവളുമാരും അതുപോലെ തന്നെയായിരിക്കും ദിവ്യേട്ട. സ്വത്തും വീടും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും പൊടിയും തൊട്ട് ഒറ്റ പൊക്കങ്ങ് പോകും. നിനക്കൊക്കെ യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ സ്വത്തും എന്താണെന്ന് കാണണോ? അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? തോന്നുന്നുണ്ടോ? എനിക്ക് വാ എന്റെ കൂടെ, ഞാൻ കാണിച്ചു തരാം എന്തോന്നാണെന്ന്. മണി വാ. എന്താ അമ്മ കാണിച്ചു തരാന്ന് പറഞ്ഞ? മണി വാ. മാറ്റ് മാറ്റ്. മനസ്സിലായില്ലോ അല്ലേ? മനസ്സിലായി. നീ സ്നേഹത്തിലൊക്കെ കഴിഞ്ഞാ നിനക്ക് കൊള്ളാം. സോറി. ഓക്കെ, നമുക്ക് പോയി കണ്ടിട്ട് വരാം. വാങ്ങട്ടെ, കാണിക്കുന്ന ചോറ്. മണി മണി നീ എന്തോ നോക്കുന്നേ? പറഞ്ഞൂടെ എന്തോന്നാണ് നോക്കുന്നത്? ഇതിനകത്താണോ സാധനം ഇരിക്കുന്നത്? വെറുതെ അല്ല, ഞാൻ കൊറേ നാളായിട്ട് പറയുന്നുണ്ട് ഇത് എനിക്കൊന്ന് തുറന്നാന്ന് തുറക്കാൻ സമ്മതിക്കാത്തതാ. ഇതാണ് അപ്പൊ അമ്മയുടെ നിധിപ്പെട്ടി. കൊള്ളാം. ഇതേ നമുക്ക് വേണ്ടി കൂട്ടി വെച്ചാൽ സ്വർണ്ണമായിരിക്കും കേട്ടോ. തുറക്ക, എനിക്ക് എല്ലാം കൂടെ വേണ്ട. ഇവക്കും കുറച്ച് 2 വളയും ഒരു മാലയും ഒക്കെ കൊടുത്തേക്കാം. എല്ലാം കൂടെ അവർക്ക് താങ്ങൂല. കഴിഞ്ഞോ? ഊഹിക്കലൊക്കെ കഴിഞ്ഞോ? ഇതെന്താ നിങ്ങൾക്കറിയൂ? ഞാനും നിങ്ങളുടെ അച്ഛനും കൂടെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളായിരുന്നു. ഈ ഉടുപ്പൊക്കെ നിങ്ങളുടെ മണമുണ്ട് ഇപ്പോഴും. നിങ്ങളെ കളിപ്പിച്ച കളിപ്പാട്ടങ്ങൾ ഓർമ്മയുണ്ട്? ഇത് ലോകത്തുള്ള ഏറ്റവും വലിയ സ്വത്തിനേക്കാളും ഞങ്ങൾക്ക് വാല്യൂ ഈ കളിപ്പാട്ടങ്ങളും ഈ പഴയ ഉടുപ്പുകൾക്കും. നിങ്ങളെ ഈ ഒരു പാവയ്ക്ക് വേണ്ടി എപ്പോഴും അടി ഉണ്ടാക്കുമായിരുന്നു. നിനക്കൊരു 2-2.5 വയസ്സ് പ്രായമുള്ളൂ. അപ്പൊ അച്ഛൻ കൊല്ലത്ത് ബ്രാഞ്ചിലാ ജോലി ചെയ്യുന്നത്. അന്ന് നിനക്ക് വാങ്ങിച്ചിട്ട് വന്ന പാവയാ ഇത് കെട്ടിപ്പിടിച്ച് കിടന്ന് നീ ഉറങ്ങത്തുള്ളായിരുന്നുള്ളൂ അല്ലേ? എപ്പോഴും ഇത് വേണം ഇവൾക്ക്. സ്കൂളിൽ പോകാൻ നേരത്തെ തീർത്തോണ്ട് പോവായിരുന്നു. മക്കളെ, ഈ ഓർമ്മകളൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത്. അല്ലാതെ വീടും പണവും സ്വർണ്ണവും ഒന്നുമല്ല. ഞങ്ങൾക്ക് ഇത് മാത്രം മതി എല്ലാ കാലവും സന്തോഷിച്ചിരിക്കാനായിട്ട്. ഇന്ന് ശരിക്കും നിങ്ങൾ അവിടെ വെച്ച് കാണിച്ചത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് ഞങ്ങളെ എപ്പോഴും കരയിക്കുമല്ലോ. ശരിക്കും പേടിയായി. അങ്ങനെയൊന്നും വേണ്ട. സ്വത്തും പണമൊന്നും അല്ല നമുക്ക് വലുത്. ഈ സ്നേഹവും ബന്ധവും ഒക്കെയാണ് അല്ലേ? അതല്ലേ വേണ്ട ഒരു കേട്ടാ. പിന്നെ വിഷമിക്കല്ലേ അമ്മ, പറ. നിങ്ങളങ്ങനെ മനഃപൂർവ്വം അടിയൊന്നും ഉണ്ടാക്കിയതല്ല അല്ലേ? അച്ഛാ, ഞങ്ങൾക്ക് സ്വത്തോ പണോ ഒന്നും വേണ്ട. അതിന്റെ പേരിലും പറഞ്ഞൊന്നും അല്ല ഞങ്ങൾ തല്ലുകൂടിയത്. ഞാനും ഇവളുമായിട്ട് എന്നും തല്ലുകൂടുന്നതല്ലേ? ഇവളെന്റെ അനിയത്തി കുട്ടിയല്ലേ, എന്തൊക്കെ തല്ലുകൂടിയല്ലേ. അയ്യേ, നിങ്ങൾ ഇത്രയേ ഉള്ളൂ മക്കളെ. മണി വിഷമിക്കാതെ. മക്കളെ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ തല്ലും വഴക്കൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിലേ ഈ ഇവിടെ ഉറങ്ങിയതുപോലെയാണ്. ഞങ്ങളിത് ചിലപ്പോൾ നിങ്ങളുടെ ഈ പിണക്കമൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങളിത് പറയാറുണ്ട് ഞാനും മണിയും. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന്. ഈ സ്നേഹമുള്ള സമയത്തുള്ള നിങ്ങളുടെ ഈ പിണക്കം ഉണ്ടല്ലോ, ആ കലഹമൊക്കെ, അതാണ് യഥാർത്ഥ സ്നേഹം മക്കളെ. ഞങ്ങൾക്ക് അറിയാം മക്കളെ. ഞങ്ങളില്ലാത്ത കാലത്ത് നിങ്ങൾ എപ്പോഴും പരസ്പരം ഉണ്ടായിരിക്കണം. ചേച്ചിക്ക് അനിയത്തി ഉണ്ടാവണം, അനിയത്തിക്ക് ചേച്ചി ഉണ്ടാവണം. സ്വത്തും പണവും ഒന്നും ഇല്ലെങ്കിലും അതിനു വേണ്ടി ഒരിക്കലും അടി ഉണ്ടാക്കല്. സ്നേഹം മാത്രം മതി. മോളെ, കണ്ണുടക്കി വിഷമിക്കാതെ. ഇനി ഇങ്ങനെ നിങ്ങൾ സങ്കടപ്പെട്ട അച്ഛൻ കരയും. അതെ, നിങ്ങളുടെ 2പേരുടെയും കുറച്ച് ഡ്രസ്സുകൾ എനിക്ക് തരുമോ? എനിക്ക് ഇതുപോലെ പെട്ടിയിലാക്കി വെക്കാൻ. അടിച്ചു പോയി.